ഒരു ബെഡ്റൂമിൽ ലൈറ്റ് സെലക്ട് ചെയ്യുന്നത് പല രീതിയിലുണ്ട്. അത് ബെറ്റർ രീതിയിലുള്ള ലൈറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടുള്ളൂ. ഹായ്, ഐ എം റഷീദ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് സൈസിലുള്ള ബെഡ്റൂമുകളായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ പാറ്റേൺ ഉണ്ടാവും. ഡിഫറെൻറ്റ് മോഡൽസിലായിരിക്കും ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരു കോമൺ ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു 3 ബെഡ്റൂമിലേക്കുള്ള ഒരു ഡിസൈൻ, ബേസിക്കായിട്ട് എല്ലായിടത്തും വരുന്ന ഒരു ഡിസൈന്. ഇങ്ങനെയുള്ള ഒരു ബെഡ്റൂമിൽ സീലിംഗ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റിങ്ങിൽ പല മോഡൽസും ആഡ് ഓൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 4 ലൈറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. 4 ലൈറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർഫസിൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 സീലിംഗ് ലൈറ്റുകൾ ആഡ് ഓൺ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ. ഇതിൻ്റെ ഔട്ടറിലായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണോ യഥാർത്ഥത്തിൽ ആ ബെഡ്റൂമിൽ കൊടുക്കുന്ന ലൈറ്റിംഗ് എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് ലൈറ്റിംഗ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മുൻപ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബെഡ്റൂംസിൻ്റെ നീഡ്സ്, ആ ബെഡ്റൂമിൻ്റെ ആവശ്യകത, ആ ബെഡ്റൂമിൽ റീഡിങ്ങുള്ള പർപ്പസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന ആ ബെഡ്റൂമിൽ ഉറങ്ങുന്ന ആളുകളുടെ ഏജ്, അതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു ബെഡ്റൂമിലേക്ക് ലൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 4 കോമൺ ആയിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തു, അതിലൊരു 12 വാട്ട്സിൻ്റെ പാനൽ ലൈറ്റോ അല്ലെങ്കിൽ കോബ് ലൈറ്റോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. അതായത് ആ ബെഡ്റൂമിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട് ആയിരിക്കില്ല വരുന്നത് എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ബെഡ്റൂമിൽ നമുക്ക് 3 സീരീസ് ആയിട്ട് തന്നെ ലൈറ്റിനെ കൺവേർട്ട് ചെയ്യാനുണ്ട്. അതിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് തട്ടാൻ പാടില്ല. അതായത് ചെറിയ രീതിയിലുള്ള ലൈറ്റിംഗ് വേണം നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ബെഡിൻ്റെ 4 പൊസിഷനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 ചെറിയ ലൈറ്റുകൾ, മേ ബി 1 വാട്ട് ലൈറ്റോ അല്ലെങ്കിൽ 2 വാട്ട് ലൈറ്റോ, മാക്സിമം പോയാൽ 3 വാട്ട്സ് ലൈറ്റ്, അതൊക്കെ നമുക്ക് മാക്സിമം ബീം ആംഗിൾ കൂടുതലുള്ളതും, അതായത് ബീം ആംഗിൾ കൂടുമ്പോൾ അതിൻ്റെ ഡെപ്ത് കുറയും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ഒരു ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണിലേറ്റ് ലൈറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുന്നത്, 4 ലൈറ്റായിട്ടുള്ള ചെറിയ ലൈറ്റിങ് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് ഈ കാണുന്ന ഈ ഏരിയയാണ് നമ്മളെ ജനറൽ ലൈറ്റിംഗ് ആയിട്ട് വരേണ്ട ലൈറ്റിംഗ് ഉള്ളത്. അതായത് ഈ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 ലൈറ്റായിട്ട് അത്യാവശ്യം നമുക്ക് വെളിച്ചം കിട്ടുന്ന രീതിക്കുള്ള 3 ലൈറ്റിംഗ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതായത് ഈ ലൈറ്റിംഗ് നമ്മളെ കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയുള്ള ലൈറ്റിംഗ് ആണ്. ഇത് നമുക്ക് നൈറ്റിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നൈറ്റിൽ നമ്മളൊന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം, 2 ആൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു ലൈറ്റിംഗ്, കംപ്ലീറ്റ് ലൈറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒരു ഇറിറ്റേഷൻ കണ്ണിലേക്ക് ഫീൽ ചെയ്യും, അയാൾ ഉറക്കത്തിന് തടസ്സം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും മറ്റൊരാൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് എണീറ്റ് ഒന്ന് ബാത്റൂമിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫുഡ് ലാമ്പിന് പുറമെ നമ്മൾ ഈ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ചെറിയ കോബ് ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകൾ, അത് ചെറുതെന്ന് പറയുമ്പോൾ മാക്സിമം 3 വാട്ട്സ് അത്രേ അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ ലൈറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണുന്ന ഏരിയകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാം കളറിലോട്ടും കൺവേർഷൻ നടത്താം. ഒരിക്കലും നമ്മൾ ബെഡ്റൂമിൽ ഫുൾ ലൈറ്റ് വാം വൈറ്റിലേക്ക് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം വാം വൈറ്റിൽ നമുക്ക് ഒരു മെറ്റീരിയൽ കാണുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, കാഴ്ചയിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്മൾ ബെഡിൻ്റെ ഡിസൈനൊക്കെ മാച്ചബിൾ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 പോർഷനിലും നമുക്ക് ചെറിയ ലൈറ്റ്, വാം കളർ ലൈറ്റ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ആംബിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഈ കാണുന്ന 3 ലൈറ്റ് മാക്സിമം നമുക്ക് യൂസേജ് വരുന്നത്, കാരണം ഇവരുടെ വാൾഡ്രോബ് ചിലപ്പോൾ വരാനുണ്ടാവും, അതിലേക്കുള്ള ലൈറ്റിംഗ് കൊണ്ടുവരും. കോമൺ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ്, ആ ബെഡ്റൂമിലേക്ക് മൊത്തം ലൈറ്റിംഗ് കിട്ടേണ്ടതിലുള്ള ലൈറ്റിംഗ് ആണ് ഈ കാണിക്കുന്ന 3 ലൈറ്റിംഗ്. ഈ 3 ലൈറ്റിംഗ് നമുക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ് കളറാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഒരിക്കൽ പോലും നമുക്ക് വാം കളർ പ്രിഫർ ചെയ്തിട്ട് ഈ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു വാമായിരിക്കും. ആ വാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാളിലെ പെയിൻറ്റിങ്സ്, ഈ വാളിലെ പെയിൻറ്റിങ്സ് ഏതാണോ ടെമ്പറേച്ചർ, പെയിൻറ്റിങ് ടെമ്പറേച്ചർ ഏതാണെന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൽ ഡിഫറൻസ് വരും. അതായത് ഇപ്പോൾ ഒരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ കംപ്ലീറ്റ് ഒരു ഡാർക്ക് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന ലൈറ്റിംഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ഈ ഒരു പർപ്പസിലുള്ള ചുമരിലുള്ള ലൈറ്റിങ്, അതുപോലെ തന്നെ നമ്മൾ വാൾഡ്രോബിൻ്റെ പുറത്തൊട്ടിച്ചിട്ടുള്ള മൈക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലൈവുഡിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കളർ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് വൈറ്റ് ആണോ ന്യൂട്രൽ വൈറ്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാം വൈറ്റ് സെലക്ട് ചെയ്യാൻ പാടില്ല ബെഡ്റൂമിലേക്ക്. ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് വാം വൈറ്റിൽ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയയിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം.
ആംബിയൻസ് ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു മീറ്ററിൽ 6 വാട്ട്സ് ഒക്കെയാണ് മാക്സിമം വരുള്ളൂ. അപ്പോൾ അത്ര ഏരിയയിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഈ ഒരു സർഫസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആംബിയൻസ്, ബെഡ്റൂമിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഹെഡ് ഡ്രസ്സിൻ്റെ മുകളിലോട്ടായിട്ട് എന്ത് ചെയ്യാം, 2 സൈഡിലോട്ട് വരുന്ന സൈഡ് ടേബിളിൻ്റെ മുകളിലോട്ടായിട്ട് മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിക്ക് 2 ഹാങ്ങിങ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. ആ 2 ഹാങ്ങിങ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു എഫക്റ്റ്, ഒരു ഫീല്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ലൈറ്റിങ് കൊടുക്കുമ്പോൾ മേ ബി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഹാങ്ങിങ് ലൈറ്റും ഒന്ന് ടേബിൾ ലാമ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഉള്ള സമയത്ത് ചിലപ്പോൾ ടേബിൾ ലാമ്പിലുള്ള പോയിന്റ്സ് ഉണ്ടാവും. പക്ഷേ സീലിംഗിൽ നിന്ന് നമ്മൾ ഡൗൺ ചെയ്തിറക്കുന്നത് വൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. അത് ചെറിയ രീതിയിലുള്ള ഓവർ ലൈറ്റിംഗ് അല്ല. അതിൻ്റെയും ലൈറ്റിംഗ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിലേക്കാണ് ലൈറ്റിംഗ് സോഴ്സ് വേണ്ടത്. ഓൾ ഓവർ ബെഡ്റൂമിലേക്ക് ലൈറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, ചെറിയൊരു രീതിയിലുള്ള ലൈറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലൈറ്റിങ്ങിൻ്റെ ബീം ആംഗിൾ എത്ര തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് എത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ഒരു സെക്ഷനിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം.